അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഫൈറ്റ് ചെയ്ത് അവസാനം ഒരു രക്ഷയില്ല. അവസാനം ഇവിടെ DYFI പാർട്ടി ഏറ്റെടുത്ത് സമരം ചെയ്യാമെന്ന് പറഞ്ഞ് ഞങ്ങൾ വിളിച്ചു. ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ സീനിയർ സിറ്റിസനാണ്, അപ്പോൾ ഞങ്ങൾ എങ്ങനെ നിങ്ങളോട് വരും? പക്ഷേ ഇല്ല, അത് കുഴപ്പമില്ല, കൂടെ വന്നാൽ മതി, ആൾ സാന്നിധ്യം വേണമെന്ന് പറഞ്ഞ് നമ്മൾ കൂടെ പോയി. അവിടെ നിന്ന് എന്നാൽ അവർ പിന്മാറിപ്പോയി, കാര്യം അറിയില്ല. രണ്ടാമത് കർഷക സംഘം ഞങ്ങളെ വിളിച്ചുകൊണ്ട് പോയി. അപ്പോൾ കർഷക സംഘത്തിൽ ഞാൻ മെമ്പർ ആയതുകൊണ്ട് ഞാൻ കൂടെ പോയി. അവിടെ ഞങ്ങൾ ആൾക്കാരെയും സംഘടിപ്പിച്ച് അവിടെ ചെന്നപ്പോൾ അവിടെ വലിയൊരു പ്രതിഷേധ ധർണയൊക്കെ നമ്മളെ നേതാക്കളും കൂടെയൊക്കെ ഒന്ന് നടത്തിയാണ്. അവിടെ ഒരു മാസ് പെറ്റീഷൻ കൊടുത്തു, ജനങ്ങളെല്ലാം ഒപ്പം സംഘടിപ്പിച്ച് ശേഖരിച്ചാണ് കൊടുത്തു. ഈ പേപ്പർ അവിടെ പോയി ഒന്നും അറിയില്ല. MS രാജുവാണ് ആ പേപ്പർ ഒന്ന് കളക്ട് ചെയ്ത് പോയത്. പ്രദേശം സംഘടിപ്പിച്ചിട്ട് MS രാജുവാണ് ആ പേപ്പർ കൊടുക്കുന്നത്. എവിടെ പോയെന്ന് അറിയില്ല. ആനന്ദ് എന്ന് പറയുന്ന അഡ്വക്കേറ്റാണ് ആ പേപ്പർ അയാളെ അവിടെ ഏൽപ്പിക്കുന്നത്. സത്യം പറഞ്ഞ വീട് കണ്ട ഇതൊക്കെ ആരോട് പറയാ, ആ ചുവര് കണ്ട ഓരേ ഞാൻ ഇവിടെ സത്യമായി കട്ടിൽ എവിടെ ഇരുന്ന അടി കൊടുങ്ങും കേട്ടാ. പിന്നെ പറയാതിരിക്കാൻ വയ്യ, ആരെ പറഞ്ഞിട്ട് ഒരു രക്ഷയില്ല. നമുക്ക് ഇനിയിപ്പോ ഇവിടെ മരിക്കെട്ടി പോകാൻ പറ്റില്ല, മരിക്കുന്നവരെ ഇവിടെ കിടക്കാൻ പറ്റും, കൃഷി ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് അവർക്കൊക്കെ അറിയാം നമ്മൾ കൃഷി ചെയ്യുന്ന ആളുകളാണ്, ഇത് ഒന്നും നടക്കൂല. ഞാൻ ഹാർട്ട് പേഷ്യൻ്റ് ആണ്. ഒരു 35 വർഷമുണ്ട്. ഡയബറ്റീസും മറ്റു പല കാര്യങ്ങളും കൊണ്ട്. പക്ഷേ എനിക്ക് അവിടെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇത് ഉള്ള കാര്യം പറയാൻ പിന്നെ ഈ അലാറം കേൾക്കും, ഈ മറ്റേ പാറ പൊട്ടിക്കുന്നത്. ഇത് കേൾക്കുമ്പോഴത്തേക്ക് ഇല്ല ആരാ അനുഗ്രഹം കൊണ്ടാണെങ്കിൽ ഞാൻ അടിയാടി പുറത്ത് പോകും. പുറത്ത് പോയി റോഡിലോട്ട് മാറി നിൽക്കും. എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ ഇതുമായിട്ട് ആക്റ്റീവ് ആയതുകൊണ്ട് അവർ അലാറം കേൾക്കുമ്പോൾ ഞാൻ അവിടെ ഇരിക്കുക, ഉറങ്ങുക, എന്തെങ്കിലും അശ്രദ്ധ കാണിച്ചു പോയാൽ പിന്നെ എനിക്ക് ഹാർട്ടിൻ്റെ പ്രശ്നം ഉണ്ടാകുമല്ലോ. ഹാർട്ടിൻ്റെ ഇടിപ്പാണുള്ളത്. ആ ഇടിപ്പ്, ഈ 2 ഇടിപ്പും കൂടെ എനിക്ക് ഒരു വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുകയാണ് ചെയ്യണത്. ഞാൻ ആരോട് പറയാനിപ്പം ഞാൻ വീട്ടിൽ നിന്ന് സൗണ്ട് വെടിയേറ്റ് സ്വപ്പം കഴിഞ്ഞപ്പോൾ 2 കൊച്ചു കല്ലൊന്ന് എൻ്റെ ബാത്റൂമിനകത്ത് എടുത്ത് ആളെ കാണിച്ചു. പച്ചവിരിച്ചു നിന്ന നെൽപ്പാടങ്ങളും തണലേകുന്ന തെങ്ങിൻ തോപ്പുകളും നാടിന്റെ നന്മ വിളയിച്ചിരുന്ന വാഴത്തോട്ടങ്ങളും നിറഞ്ഞ ഒരു നാട് ഇന്ന് അകാല മൃത്യുവിലേക്ക് അടുക്കുകയാണ്. കുന്നിൻമുകളിൽ നിന്ന് പുഞ്ചിരി ചൊരിഞ്ഞിരുന്ന പ്രകൃതി ഇന്ന് മരണത്തോട് മല്ലിടുകയാണ്. നാടിന്റെ കാവലായിരുന്ന കുന്ന് ഇപ്പോൾ വെറും ഓർമ്മയായി മാറിക്കൊണ്ടിരിക്കുന്നു. യന്ത്രങ്ങൾ മുഴങ്ങുമ്പോൾ, ഓരോ മൺകൂനയും ഇടിഞ്ഞു വീഴുമ്പോൾ അതിനൊപ്പം തകർന്നു വീഴുന്നത് ഈ നാട്ടിലെ സാധാരണക്കാരുടെ സ്വപ്നങ്ങളാണ്. അതെ, പുല്ലമ്പാറ പഞ്ചായത്തിലെ കുഞ്ചായിര വല്ലിക്കുന്ന് തകർത്ത് ഒരു നാട് തന്നെ തകരുമ്പോൾ ഒന്ന് ശബ്ദമുയർത്താൻ പോലുമാകാതെ വരാനിരിക്കുന്ന മഹാദുരന്തത്തെ ഭയന്ന് കണ്ണീരണിഞ്ഞ് നോക്കി നിൽക്കാനേ ഇവിടത്തുകാർക്കാകുന്നുള്ളൂ. രാഷ്ട്രീയക്കാരുടെ തണലിലും ഉദ്യോഗസ്ഥരുടെ ഒത്താശയിലും ആസൂത്രിതമായി നടന്നുകൊണ്ടിരിക്കുന്നത് ഒരു വലിയ കൊള്ളയാണ്. ലാഭകൊതിയന്മാർ ഇടിച്ചു നിരത്തുന്നത് വെറും പാറയല്ല, നാടിന്റെ നാളുകളെയാണ്. നമ്മുടെ നേരെ ഓപ്പോസിറ്റ് ബാക്ക് സൈഡ് കാണുന്ന മലയാണ് കുഞ്ചായൂരല്ലി മല എന്നാണ് അറിയപ്പെടുന്നത്. അവിടെ ഉണ്ടായിരുന്ന ഒരു പാറയാണ് ഇപ്പം കണ്ണ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് തുടങ്ങുന്നതിന് മുമ്പ് 3 മാസത്തിന് മുമ്പ് തന്നെ ഞങ്ങൾ പല പേപ്പറും പല ഡിപ്പാർട്ട്മെൻറ്റ് കൊടുത്ത് മൈനിങ് ആൻഡ് ജിയോളജി തൊട്ട് പോകാവുന്ന സ്ഥലങ്ങളെല്ലാം പോയി ഗ്രാമപഞ്ചായത്തിൽ പേപ്പർ കൊടുത്തനുസരിച്ച് ഗ്രാമപഞ്ചായത്ത് ഒരു 5-8 വർഷക്കാലം നമ്മളോടൊപ്പം നിന്നു. അവർ കേസ് എന്ത് ചെയ്തെന്ന് പറഞ്ഞുകൂടെ, കുറച്ച് പേപ്പർ ഇവിടെ ഇരിപ്പുണ്ട്. ഒടുവിൽ ഇപ്പോൾ ഇവിടെ സംഭവിച്ചിരിക്കുന്നത് പറഞ്ഞാൽ ഇവിടെ ഈ മലയിൽ നിന്ന് മണ്ണിറങ്ങി, ഇടിച്ച മണ്ണിറങ്ങിയിട്ട് വയൽ നികന്നു. ഇതാണ് അവിടെ നിന്ന് കാണാം, ആ സൈഡിൽ പോലെ കാണാവോ, ആ കെട്ടുണ്ടല്ലോ, അതിന് ശേഷം കെട്ടാണ്. അതിനടിയിൽ മണ്ണിറങ്ങി എന്നേലും മൊത്തം നികന്നു ആ ഭാഗം. അവിടുത്തെ കൃഷി വൻ പരാജയം. ആരുടെ ചോദിച്ചാലും കൃഷിവന് ചോദിച്ചാലും പറഞ്ഞു വർഷം തോറും ഇവിടെ നെൽകൃഷി 6.5 ഹെക്ടർ ചെയ്യുന്ന ഏലയാണ് കുളപ്പുറം പാടശേഖരം. ഇതെല്ലാവർക്കും അറിയാവുന്നതാണ്. പഞ്ചായത്തിനനുസരിച്ച് ഇവിടുത്തെ അധികാരി വർഗത്തിന് മൊത്തം വെള്ളാണി കാർഷിക കോളേജിൽ നിന്ന് വർഷം തോറും ഇവിടെ ഒരു വരാൻ സാറുണ്ടായിരുന്നു. ആ കൃഷിക്ക് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ഇവിടെ വെള്ളാണിയിലെ ശാസ്ത്രജ്ഞന്മാരൊന്ന് കൃഷി നടത്തിക്കൊണ്ട് ഏലയാണ് കൂടെ വന്ന് പരിശോധന നടത്തിയുള്ള സ്ഥലം. ഇപ്പോൾ ആരും വരുന്നില്ല. ഒരു പകരം ആളിനെ സ്വാധീനിച്ച് അവരുടേതായ ലൈൻ, അവരുടെ ബിസിനസ് ഡെവലപ്പ് ചെയ്യുന്നുണ്ട് പ്രോഗ്രാമാണ് അവർ പോകുന്നത്. അങ്ങനെ അവർ നിരന്തരം പരാതിയും ബഹളമായപ്പോൾ അവിടെ ഒരു കുളം കുഴിച്ചിട്ടുണ്ട്. അവിടെ നോക്കി കാണാം, ഒരു വാൽക്കുളമാണ്. എന്തെന്ന് വെച്ചാൽ അവരിപ്പോൾ ഉദ്ദേശിക്കുന്ന ആ മണ്ണ് വന്ന് ആ കുളത്തിൽ ഇറങ്ങി അവിടെ നേരട്ടെ ഇങ്ങോട്ട് വരരുന്നതാണ്. അങ്ങനെ ആ കുളം സംരക്ഷിക്കാനും അതോടൊപ്പം തന്നെ സംരക്ഷിക്കാനും മണ്ണ് ഇങ്ങോട്ട് ഒളിച്ചു വരാതിരിക്കാൻ വേണ്ടിയാണ് ആ കെട്ടിനോട് വരി അവരപ്പുറത്ത് മേലോട്ട് പാറ അടിക്കിയിരിക്കുന്നത്. ഇത് അതിനേക്കാൾ ഗുരുതരാവസ്ഥയാണ്. അന്ന് അവർ ഓർമ്മപ്പെടുത്തി. കാരണം പഞ്ചായത്ത് വികസന സമിതിയൊക്കെ വിളിക്കുമ്പോൾ ഞങ്ങൾ പോയപ്പോൾ അവിടെ എല്ലാം ഉന്നയിക്കുകയും അവിടെ റിപ്പോർട്ടെല്ലാം കൊടുത്തതാണ്. ഇത് ചെയ്യുന്ന വലിയ അപകടമാണെന്ന് അവിടുത്തെ പ്ലാനിങ് ഓഫീസറായിട്ട് ഇന്ന് പഞ്ചായത്തിൻ്റെ പ്ലാനിങ് ബോർഡ് മെമ്പറായിരിക്കുന്ന മനുഷ്യനോട് പറയാൻ അങ്ങനെ ഞാൻ അവരുടെ പറയാമെന്ന് പറഞ്ഞു. അതിനുശേഷം കുറച്ചുകൂടെ പാറ ഇറക്കിയിടായിരിക്കും. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞതുപോലെ 6.5 ഹെക്ടർ ഞങ്ങൾ വർഷം തോറും നെൽകൃഷി ഇവിടെ ഇന്ന് വരെ മുടങ്ങാച്ചുകൊണ്ടിരിക്കുന്നതാണ്. 6 ഹെക്ടർ ആ നെൽകൃഷി ഇപ്പോൾ ഒന്നെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞ പോലെ ഈ മണ്ണെല്ലാം കൂടെ വന്നിറങ്ങി, പൊട്ടിച്ച് മണ്ണെല്ലാം കൂടെ വന്നിറങ്ങി വയൽ നികന്നു. കൃഷി മേഖല ശരിക്ക് സജീവമായി പ്രവർത്തിക്കാൻ പറ്റാത്ത അവസ്ഥ വന്നു. കൃഷി ഡിപ്പാർട്ട്മെൻറ്റ് പോലും ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ വന്നു. പിന്നെ എങ്കിലും കർഷകരെല്ലാം കൂടെ യോജിച്ചുണ്ടാക്കി വളമിറക്കി ഇവിടെ പിന്നെ നെല്ല് ഇറക്കി. കാരണം അവർ തരുന്ന ആനുകൂല്യം വെച്ച് വിത്ത് വെച്ചിട്ട് ഇറക്കിയപ്പോഴോ മൊത്തം നെല്ലും പതിരായി. ഒരു പക്കം നെല്ല് 24 സെൻറ്റ് നിലം കൊയ്തപ്പോൾ ഒരു പക്കം നെല്ലില്ലാതെ മൊത്തം പതിരായി. ഭയങ്കര അതിശയമാണ്. ചോദിച്ചു നോക്കണം. ആദ്യമായിട്ട് കൃഷിഭവനിൽ നിന്ന് ആ കൃഷി ഓഫീസർ ചോദിച്ചാൽ പറയും. കൃഷി ഓഫീസർ അങ്ങനെ സഹികെട്ട് ഞങ്ങൾ മുമ്പ് പരാതി കൊടുത്തിരുന്ന പരാതി പെൻഡിങ്ങിൽ വെച്ചാൽ കൃഷി ഓഫീസറിന്റെ പാർട്ടിയുടെ പരാതി അയച്ചിട്ടുണ്ട്, പഞ്ചായത്തിന് വെച്ചിട്ടുണ്ട്, വേറെ അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെന്റ് അയച്ചിട്ടുണ്ട്. പാറ പൊട്ടിക്കുന്ന സമയം ഇപ്പോൾ വെച്ചുകൊണ്ടിരിക്കുന്നത്
9:30 to 10:30 ഇതിനകത്തായിരിക്കും ഉറപ്പായിട്ടും. ഉറപ്പായിട്ടും. 9:00-ക്കും 10:00-ക്കും ഇടയ്ക്ക്. അത് ചില വേരിയേഷൻ വരും. അതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ അവർക്ക് പെട്ടെന്ന് ആരും ആ സമയം നമുക്ക് വന്ന് പിടിക്കാതിരിക്കാൻ വേണ്ടിയാണ്. സൊല്യൂഷൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, നമുക്ക് നിങ്ങൾക്ക് വികസനം വേണം, ഞങ്ങളാരും വികസന വിരോധികളല്ല, ഇവിടെയുള്ള ഒരു കൃഷിക്കാരനും വികസന വിരോധിയല്ല. പക്ഷേ ഒരു കാര്യം ചെയ്യും, ഇവിടുത്തെ ഈ മനുഷ്യനെ രക്ഷിക്കാൻ നിങ്ങൾ എന്തെങ്കിലും ഇത്രയും ജനവാസ ഒരു മേഖല മുകളിലത്തിന് കോളനി അറിയാൻ കോളനിയാണ്, പാവങ്ങളാണ്, പാവപ്പെട്ട നിരപരാധികളായ കോളനിയാണ്. അപ്പോൾ അതും പറഞ്ഞു നോക്കി, നിങ്ങളെ ഡെസിമൽ പവർ ഒന്ന് കുറയ്ക്കും. ഇത് വെട്ടിക്കുന്നതിന്റെ ഡെസിമൽ പവർ പഞ്ചായത്തിലും പറഞ്ഞു, ആ ഡെസിമൽ പവർ ഒന്ന് കുറയ്ക്കേ. അതുവരെ കുറയ്ക്കാൻ പറ്റാറില്ല, വീണ്ടും ഇരട്ടി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ നമ്മൾ പിന്നെ എവിടെ പോകും?